ഹായ് കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവറും പപ്പായയും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഞങ്ങളുടെ നാട്ടിലെ പപ്പായ എന്നാണ് പറയുന്നത്, ഓമയ്ക്ക എന്നും പറയാറുണ്ട്. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്ന പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പപ്പായ പറിക്കാനായിട്ട് പോകാം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീഡിയോ കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പപ്പായ പറിക്കാനായിട്ട് പോകാം. എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട്. അപ്പം എൻ്റെ പറമ്പിൽ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് കൈയെത്തി തന്നെ പറിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഉണ്ടോ, ചെറിയ പപ്പായ മരമാണ്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ പപ്പായ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. കട്ട് ചെയ്ത് ചെത്തി വൃത്തിയാക്കി എടുക്കാം. നല്ല ഇതാണ്, ചെറിയ പപ്പായയാണ്. അങ്ങനെ നമ്മൾ പപ്പായ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് പകുതി മതിയായിരുന്നു, നമ്മൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പപ്പായയിൽ ഒരു കറയുള്ളത് കൊണ്ട് ചിലരെ ചെത്തിക്കഴിഞ്ഞാൽ ചൊറിയാറുണ്ട് കയ്യെ. അതുകൊണ്ട് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിട്ട് മാത്രം അലർജി ഉള്ളവരെ ചെത്തിയെടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം കാണാം. കൂട്ടുകാരെ, നമ്മളങ്ങനെ പപ്പായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിനുള്ളിൽ കറ ഉണ്ട്. നമുക്കത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. ആ ഉള്ളിലെ കറയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കോളിഫ്ലവറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ് വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്നത്. ഇതും അതുപോലെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്തിനാണെന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം. അല്പനേരം നമുക്ക് മാറ്റി വെക്കാം. അടുപ്പിൽ തീയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. ഡ്രൈ ആക്കി എടുക്കുക. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പപ്പായയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പപ്പായയും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. വെള്ളമയം എല്ലാം കളഞ്ഞിട്ട് വെള്ളമില്ലാതെ എടുക്കേണ്ടതാണ്. അതും മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ
വെച്ചിരുന്നാണ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. കൂട്ടുകാരെ, ചെറിയ തോതിലതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവം മതി. കാരണം ഇനി ഇത് വേകാനുള്ളതാണ്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുക്കുകയാണ്. എണ്ണമയം എല്ലാം അതിനകത്ത് കിടക്കത്തക്ക രീതിയിൽ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക. നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചട്ടിയിൽ തന്നെ അത് മതി. ആ രണ്ടാമത് ഒഴിച്ച എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചുവന്നുള്ളി, നമ്മളൊരു 10 അല്ലി ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കീറിയത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഉള്ളി കീറിയതാണ്. അത് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്നിച്ചൊന്ന് ഇളക്കി എടുക്കുക. അതും വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഒരു 3 പച്ചമുളക്, എരിയുള്ള പച്ചമുളകാണ്, അത് ഇട്ട് കൊടുക്കുക. ഒപ്പം നമ്മൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തക്കാളി ഇതെല്ലാം മാതിരി വഴുന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി മസാലയ്ക്കുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ 3 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് പെരുംജീരകപ്പൊടിയാണ്. നമ്മൾ ചതച്ചതാണ്, അതും ഇട്ട് കൊടുക്കുക. 1 സ്പൂണുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാലയാണ്. നമുക്കിട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും പപ്പായി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഒരു 3/4 സ്പൂൺ ഉപ്പിട്ട് ഇടുന്നുണ്ട്.
കാരണം കോളിഫ്ലവറിനും പപ്പായയ്ക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കും. ഉപ്പുണ്ടോയെന്ന് നോക്കുക. മസാലയ്ക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. തൈരുള്ളവർ തൈര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ ഉള്ളവർ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് 2-3 സ്പൂണ് പുളിക്ക് വേണ്ടിയാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. നമുക്കിനി അടച്ചു വെച്ച് കഴിക്കാം. കൂട്ടുകാരെ, നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കാം. വെള്ളം പറ്റിയെന്ന് തോന്നുന്നു. വെള്ളം ഒരുമാതിരി പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. എല്ലാം വെന്തിട്ടുണ്ട്. പപ്പായയും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി നമുക്ക് അല്പം ഗ്രേവി വേണം. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള നല്ല റെഡിയായിട്ടുണ്ട്. ഇത്രയും മതി. തീ കുറച്ചിടാം. നമുക്കിനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കൂട്ടുകാരെ, കറിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഒന്നാന്തരം കറിയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പ്രതീർത്തിയ വില്ലേജ് ഈറ്റൻ്റെ നന്ദി, നമസ്കാരം.